ഹായ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നമുക്ക് ഈ പ്രായമായ ആൾക്കാർക്ക് അവർക്ക് നീർക്കെട്ട് വരുന്ന വശം ഞാൻ കാണിച്ചു തരാം. ഇത് ഈ സൈഡാണ്, ഈ ജോയിൻറ്റുകൾക്കുള്ളിലാണ് നീര് വരിക. ഈ ജോയിൻറ്റുകൾക്കുള്ളിൽ ഇവിടെ ഇങ്ങനെ നീര് വരും, നീർക്കെട്ട്. ഇത് കണ്ടോ, ഈ നീർക്കെട്ട് നമ്മൾ ശരിക്കും മരുന്നിട്ടിട്ട് അതിനെ ശരിക്കും ഉടച്ചു കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റും. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സംഭവം അതാണ്. അതുപോലെ ഇവിടെ ഈ സൈഡിലാണ് കൂടുതലും നീർക്കെട്ട് വരുന്നത്. അപ്പം ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, കാല് ഇതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ മരുന്നുകൾ, അടിപൊളി മരുന്നുകൾ എടുത്തിട്ട് നമ്മളതിനെ ഇത് ശരിയാക്കണം. ഇവിടെയാണ് നീർക്കെട്ട് വരിക. അപ്പം നല്ലപോലെ നമ്മൾ ആ നീർക്കെട്ടിനെ ഉടച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു തെന്നലോ നീർക്കെട്ടോ വന്നാൽ ഉടനടി പറയും പോയി എക്സ്റേ എടുത്തിട്ട് അത് പെട്ടെന്ന് കീറിക്കോളാൻ പറയും. ഇതിപ്പോൾ അമ്മയുടെ അമ്മയുടെ അത് നോർമലായി. അതുപോലെ അമ്മയുടെ ഇങ്ങനെ ശരീരം ഇങ്ങനെ ബോഡി എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരുന്നു ശരീരത്തിൻ്റെ ഈ വശം, ഈ രണ്ട് സൈഡും ഇങ്ങനെ. അപ്പോൾ അത് കാലുകൾക്ക് താങ്ങാൻ പറ്റാതെ വന്നാണ് കുഴപ്പം വന്നത്. കണ്ടോ, ഉള്ള സത്യമാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ പ്രായമായവരെ നമ്മൾ നോക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അവരെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവർക്ക് നടക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്നമ്മേ അത് ചെയ്തരാമേ. ഇതാണ്. അപ്പം നമ്മൾ നമ്മുടെ അമ്മമാരെ നല്ലപോലെ ശ്രദ്ധിക്കുക, നമ്മൾ നോക്കണം. പിന്നെ ഇപ്പം കണ്ടോ എത്ര വ്യത്യാസം വന്നത്. അപ്പോൾ ചുക്കിച്ചുളിവ് എല്ലാം പോയി. ഇവിടെ ചുക്കിച്ചുളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു കുഴമ്പല്ല, 7-8 കുഴമ്പ് കൂട്ടിയിട്ട് വേണം നമ്മൾ അത് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ. അപ്പോൾ ഒരു ആവശ്യവും വരില്ല. ഇവിടെ നല്ല നീർക്കെട്ടായിരുന്നു. ഇവിടെ ആ വീഴ്ചയിലൊക്കെ നല്ല പറ്റിയിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ നീർക്കെട്ടായിരുന്നു, അതെല്ലാം പോയെന്നുള്ളതാണ് സത്യമായ കാര്യമാണ്. അപ്പം നമ്മൾ അവരെ നല്ലപോലെ പരിചരിക്കുക. പ്രായമായ അമ്മമാരുണ്ട്, നമുക്ക് ആർക്കാണെങ്കിലും ഒന്ന് തിരുമ്മി കൊടുത്തെന്നും കൊണ്ടോ അവരെ നല്ലപോലെ നോക്കിയെന്നുകൊണ്ടോ ഒന്നും സംഭവിക്കാനില്ല. അപ്പം നമ്മൾ ഈ അവസ്ഥയിലാണ് വരിക പ്രായമായി കഴിഞ്ഞാൽ. അപ്പം അവരെ നമ്മൾ അതുപോലെ ശുശ്രൂഷിച്ച് അവരെ നല്ലപോലെ നോക്കണം കേട്ടോ. എല്ലാവരോടും, വനിതകളായ പ്രിയപ്പെട്ട സഹോദരികളോട്, നമ്മുടെ അമ്മമാരെ ആരും നോക്കുന്നില്ല എന്നല്ല, നോക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അമ്മമാരെ നല്ലപോലെ നോക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അമ്മമാരെ നോക്കണം. നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ജോലി ചെയ്യുന്നതിന് ഒരിതും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ബ്യൂട്ടീഷ്യനും ഒരു കലാകാരിയാണ്, ഫിലിമിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വയ്യാതെ കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അവിടെ ഓടിയെത്തും. അതാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇല്ലേ. അതുപോലെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നമുക്ക് പ്രാർത്ഥനയെ കൂടെ ആരെയും രക്ഷപ്പെടാം. എൻ്റെ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ എന്നമ്മേ ഇതിപ്പോൾ ഞാൻ തിരുമ്മിക്കഴിഞ്ഞു, ഇപ്പോൾ റെഡിയായി. ഇനി പറഞ്ഞ പോലൊക്കെ ചെയ്യുക. അമ്മയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ, 84 വയസ്സായ അമ്മ എത്ര വർഷമായി ഇപ്പം ഇങ്ങനെയൊക്കെ കിടക്കുകയും മറിയുകയും തിരിയുകയൊക്കെ ചെയ്തിട്ട്. സത്യല്ലേ അമ്മേ, സത്യല്ലേ? എത്ര വർഷമായി അമ്മ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ ആഗ്രഹിച്ചിട്ട്. 83 വയസ്സായി. എത്ര വർഷമായി അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെരിയാനും മറിയാനും പറ്റാതെ വന്നിട്ട്. ഉണ്ടോ, വീണതാണ്. അപ്പോൾ ചെരിഞ്ഞ് കിടക്കാനൊന്നും പറ്റില്ല. നല്ല വയറുണ്ടായിരുന്നു. 84 വയസ്സായില്ലേ. അപ്പോൾ അതിൻ്റേതായ ഇപ്പം എന്താ കാലൊക്കെ ശരിയായി. അപ്പോൾ എല്ലാവരും ഇത് കാണുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. അമ്മ നൂർന്ന് കിടന്നേ, നൂർന്ന് കിടന്നേ. ഇനി കാല് മടക്കുകയും നൂർക്കുകയും ചെയ്യും നല്ലപോലെ. കാല് നല്ലപോലെ മടക്കുകയും നൂർക്കുകയും ചെയ്തേ. നല്ലപോലെ മടക്കുകയും നൂർക്കുകയും ചെയ്യും. ഓക്കെ. ഓക്കെ.
ആ റെഡി 1 2 3 റെഡി 1 2 3 റെഡി 1 2 3 ഓക്കെ